അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ദുആ നമ്മൾ തുടങ്ങിയായിരുന്നു. അതാണ് റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയ ഒരു വരി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എന്തൊക്കെ പഠിച്ചു? റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅ. അത്രേ പഠിച്ചിരുന്നു അല്ലേ? അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ഒരു ദുആയും പഠിച്ചു. റബ്ബി സിദ്നി ഇൽമൻ, റബ്ബി സിദ്നി ഇൽമൻ. അവിടെ ഒരു സംശയം ഉണ്ടാവും. എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ റബ്ബി എന്ന് പറഞ്ഞ അവിടെ റബ്ബന എന്ന് പറയും അല്ലേ? അതെ അതെ തന്നെ. ഇവിടെ ഏകവചനമാണ്. റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ രക്ഷിതാവ് അല്ലേ? ഈ രക്ഷിതാവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. റബ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബന എന്നൊക്കെ പറഞ്ഞാലും വളരെ ഉപകാരപ്പെടുന്ന, നമുക്ക് പ്രധാനപ്പെടുന്ന ഒരുപാട് അർത്ഥങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റബ്ബന കൊണ്ട് പഠിക്കാനുണ്ട്. റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷിതാവേന്നാ. റബ്ബന എന്ന് പറഞ്ഞാലോ ഞങ്ങളെ രക്ഷിതാവ്. ഈ രക്ഷിതാവ് എന്താണെന്ന് മനസ്സിലാക്കാം. പടിപടിയായി നമ്മളെ വളർത്തുന്നവനാണ്. എങ്ങനെ? ആ ഒരു പദം തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ രക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടിപ്പും മറ്റുള്ള സൃഷ്ടിപ്പുമായിട്ട് നോക്കേ. നമ്മുടെ ജനനവും മറ്റു ജീവികളുടെ ജനനവുമായിട്ട് നോക്ക്. നമുക്ക് ഒരു ആട് പ്രസവിച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പാല് കൊടുക്കാനും അത് നടക്കാനൊക്കെ പഠിക്കും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യും? ഒന്ന് കരയാൻ മാത്രമേ ഉള്ളൂ. കരഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് എന്ന് പറയത്തില്ല, കുട്ടി കരയുന്നില്ലെന്ന് പറയാം. അപ്പൊ ആ കുട്ടി കരച്ചിൽ മാത്രമുള്ള കുട്ടിയെ ഒരാളും അവന് നോക്കാനില്ലേ, അവിടെ കിടന്ന് മരിച്ചു പോത്തേ ഉള്ളൂ അല്ലേ? ആ കുട്ടിയെ എന്താക്കുന്നു? ഈ മലർന്നു കിടന്ന് കരയുന്ന കുട്ടി ഇത് തള്ള പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു. ഈ കുട്ടിയുടെ അടുത്ത ചലനത്തിന് വലിയ ആകാംക്ഷയായിരിക്കും. എന്തുകൊണ്ട്? ഈ കുട്ടിയെ കമന്ന് വീണാൽ അന്ന് അവിടെ ചർച്ചയായിരിക്കും. മോന് കമന്ന് വീണ അല്ലെ മോള് കമന്ന് വീണെന്ന് പറയും അല്ലേ? ആ കുട്ടി കമന്ന് വീഴുന്ന കുട്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലോ അതും സംഭവമായി. പിന്നെ നിന്ന് കഴിഞ്ഞാൽ അതും സംഭവമായി. പിന്നെ ഇച്ചിരി നടന്നു കഴിഞ്ഞാലോ ഇവിടുന്ന് അങ്ങ് ഓച്ചറ വരെ നടക്കണ്ട, ഇച്ചിരി നടന്നാൽ അപ്പോഴേക്ക് എന്തായി? സംഭവമായി. അപ്പൊ ഇത് ഇത്രയും ആകാംക്ഷയോടെ അള്ളാഹു താല നമ്മളെ വളർത്തുന്നെങ്കിൽ, ഏത് ആകാംക്ഷ കൊടുത്തുകൊണ്ട്, കാരുണ്യം കൊടുത്തുകൊണ്ട്, ഇത് അള്ളാഹുവിന്റെ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ് അല്ലേ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും സ്വന്തം മനുഷ്യന്റെ ശരീരത്തിനെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ചാൽ അവൻ അള്ളാഹുലേക്ക് എത്തും, സ്വാഭാവികമായെത്തും. ഇതൊന്നും ചിന്തിക്കാനും പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഇബ്ലീസ് നമുക്ക് ചെയ്യുന്ന പണി എന്താ? ഇതിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട് നമ്മുടെ നിസ്കാരത്തിൽ. ആ ദുആ നമ്മൾ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ടാണ് ദുആ ചെയ്യുന്നത്.